അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഒരിക്കൽ അഭിഭാഷകനെ നെട്ടിച്ച മഹാനായ ശൈഖുന ശംസുൽ ഉലമയുടെ ഒരു മറുപടിയുണ്ട്. അതിലേക്കൊന്ന് നമുക്കൊന്ന് കണ്ണോടിച്ചു നോക്കാം. മഹാനായ ശൈഖുന ശംസുൽ ഉലമ ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാൾ, ഏറ്റവും വലിയ സൂഫി വര്യൻ, മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുകോയ തങ്ങളുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ ഒരു മദ്ഹബിന്റെ ഇമാമ് വരെ ആവേണ്ടിയിരുന്ന മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ജീവിച്ചിരുന്നതെങ്കിൽ ഒരു മദ്ഹബിന്റെ ഇമാമ് വരെ ആകുമായിരുന്നു മഹാനായ ശൈഖുന ശംസുൽ ഉലമ. അത്രയും പാണ്ഡിത്യമായിരുന്നു മഹാനവറുകൾക്ക്. അറബ് ലോകം പോലും മഹാനവറുകളെ വളരെ ബഹുമാനത്തോടുകൂടി വിളിച്ച പേരാണ് ശംസുൽ ഉലമ, ഉലമാക്കളുടെ സൂര്യൻ. ഈ മഹാനായ ശൈഖുന ശംസുൽ ഉലമയുടെ ഒരു സംഭവം നമുക്കൊന്ന് കണ്ണോടിച്ചു നോക്കാം. മിർസ ഗുലാം അഹമ്മദിനെ ഖാദിയാനികൾ പ്രവാചക പട്ടം നൽകി അവരോധിക്കപ്പെട്ട ഒരു സമയം, മുസ്ലിമീങ്ങളുടെ വിശ്വാസം മുഴുവൻ തെറ്റിച്ച് ഖാദിയാനിസത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുപോകുന്ന ഒരവസ്ഥയിൽ, അതിന്റെ തുടക്കത്തിൽ എല്ലാവരും ഖാദിയാനിയെ എതിർക്കുന്നതിന് മുൻപ് മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഖാദിയാനിസം കുഫ്രിയത്താണ് എന്ന് പറഞ്ഞ മഹാനാണ് ശൈഖുന ശംസുൽ ഉലമ. ഖാദിയാനികളുമായുള്ള ഒരു കേസിൽ മഹാനായ ശൈഖുന ശംസുൽ ഉലമയോട് അവിടെയുണ്ടായിരുന്ന അഭിഭാഷകൻ ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഒരാൾ വിശ്വാസിയാവില്ലേ, മുസ്ലിമാവില്ലേ എന്ന്. മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഒന്നും മുണ്ടിയില്ല. ഖാദിയാനികൾ മുസ്ലിമല്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് വാദം. അതുമായി ബന്ധപ്പെട്ട ഒരു വാദമാണ്. അഭിഭാഷകൻ സ്ഥാപിക്കാൻ നോക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിമാകും എന്നാണ്. ശംസുൽ ഉലമയോട് ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞാൽ ഒരാൾ മുസ്ലിമാകില്ലേ? ഒന്നും മിണ്ടിയില്ല. രണ്ടാമതും അഭിഭാഷകൻ ചോദിച്ചു, അപ്പോഴും ശംസുൽ ഉലമ ഒന്നും മിണ്ടിയില്ല. മൂന്നാമതും മഹാനായ ശൈഖുന ശംസുൽ ഉലമയോട് ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിമാകില്ലേ? അപ്പോൾ ശൈഖുന ശംസുൽ ഉലമ അഭിഭാഷകനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് തിരിച്ച്, ഇപ്പോൾ നിങ്ങൾ മുസ്ലിമായോ? നിങ്ങൾ 3 തവണ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞില്ലേ, നിങ്ങൾ മുസ്ലിമായിട്ടുണ്ടോ? അഭിഭാഷകൻ ആകെ വിറച്ചുപോയി. കാരണം ഒരാൾ വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും മുസ്ലിം ആവില്ല എന്ന് അഭിഭാഷകന് ബോധ്യപ്പെട്ടു. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വിശ്വാസത്തോടുകൂടി പറയുമ്പോഴാണ് ഒരാൾ, സ്വന്തം ഇഷ്ടപ്രകാരം പറയുമ്പോഴാണ് ഒരാൾ വിശ്വാസിയാകുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഇനിയും ശൈഖുന ശംസുൽ ഉലമയുടെ കറാമത്തുകൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. ശംസുൽ ഉലമ കോടതിയെ വിറപ്പിച്ച ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഹിക്മത്തായിരുന്നു ശംസുൽ ഉലമയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നത്. കൂടെ അറിവിനോടുകൂടെ ഹിക്മത്ത് കൂടി കൂടിയപ്പോ മഹാനവറുകൾ ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളായി മാറുകയായിരുന്നു. വലിയ സൂഫി വര്യൻ. അള്ളാഹു മഹാന്റെ കൂടെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാന്റെ കാവലുള്ളവരിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.